ഇന്നിതു മതി. ബ്രാഹ്മണരിൽ നിന്ന് പുലയൻ 64 അടി അകലത്തിൽ നിൽക്കുന്ന കാലം മാറണമെങ്കിൽ കുറച്ച് അടിതടയൊക്കെ പഠിക്കാതെ വയ്യ. ഗോപാലദാസ, കറുമ്പൻ ദൈവത്താനെ, ഒരു വിശേഷം പറയാനുണ്ട്. എന്ത് വിശേഷം? ഇന്നലെ ഞാൻ കോട്ടുകാലിൽ പോയി ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. എന്നിട്ട് സ്വാമി എന്ത് പറഞ്ഞു? തീണ്ടലും തൊടിയിലും നമ്മുടെ ആൾക്കാരുടെ കഷ്ടപ്പാട് മാറണമെങ്കിൽ നമ്മുടെ കുട്ടികളെ കുടിപ്പള്ളിക്കൂടത്തിൽ ചേർക്കണമെന്നാ സ്വാമികൾ പറയണേ. അതിന് തമ്പ്രാക്കന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളെ കുടിപ്പള്ളി കയറ്റൂ? തമ്പ്രാക്കൾ കയറ്റിയില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കുടിപ്പള്ളിക്കൂടം കെട്ടണം. എന്താ, എന്തുണ്ടായി? മോങ്ങാതെ കാര്യം പറയൂ. വേല കഴിഞ്ഞ് മോന്തിക്ക് 6 മൂടി ചന്തയ്ക്ക് പോകുമായിരുന്നേ. വഴിയില് അമ്പ്രാക്കന്മാരെ കണ്ടപ്പോ ഈ മാട്ടെ കയറി ഒളിച്ച് പെലച്ച് വഴി നടക്കാറായോടിന്ന് ചോദിച്ച് തമ്പ്രാക്കൾ എന്നെ തലങ്ങും വിലങ്ങും അടിച്ച് ഒടുക്കം ചേറ്റില് തള്ളിയ. കരയണ്ട, കുളിച്ചു കുടിപ്പോ. നിന്നെ തല്ലിയ തമ്പ്രാക്കള് പൊലയന്റെ അടിയുടെ ചൂട് നാളറിയും. ചാത്താ, നമുക്കൊരു വില്ലുവണ്ടി വേണം. നല്ല വെളുത്ത 2 കാളകളും കൊമ്പിലും കഴുത്തിലും മണി കെട്ടണം. പുലയനു കാലുകുത്താൻ മേലാത്ത വഴിയിലൂടെ നമുക്കൊരു വില്ലുവണ്ടി യാത്ര നടത്തിക്കളയാം. കറുമ്പനും ചാത്തനും തേവനും ചോദിയും എല്ലാവരും ഉണ്ടാവണം. എങ്ങോട്ടാ യാത്ര? വെങ്ങാനൂരിൽ നിന്ന് ബാലരാമപുരം വഴി ആറാലുംമൂട് ചന്തയിലേക്ക്. ഏത് തമ്പ്രാനാണ് തടയുന്നതെന്ന് നമുക്കൊന്ന് കാണണം. ഇത്ര ധിക്കാരമോ? ഒരടി തന്നാൽ 10 അടി തിരിച്ചേരുന്നവരായിവർ. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കാരിരുമ്പിന്റെ കരുത്തുള്ള ഈ കൈകൾ കൊണ്ട് അടിച്ചാൽ കുഴച്ചുണ്ടു മാത്രം ശീലമുള്ള തമ്പ്രാക്കളുടെ ദേഹം താങ്ങൂല. അതുകൊണ്ട് വഴിമാറ്. എന്താടാ നോക്കി നിൽക്കുന്നത്? അടിച്ച് ഓടിക്കണ ഈ പൊലക്കിടാത്തന്മാരെ. അടികൊണ്ടു മാത്രം ശീലമുള്ള അടിയാളവർഗം ഇനി തമ്പ്രാക്കളുടെ അടി കൊള്ളില്ല, കൊടുക്കുകയേ ഉള്ളൂ. പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ കഴിയുന്ന പൊതുനിരത്തിൽ പൊലയനും പറയനും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുവോളം നമ്മൾ പോരാട്ടം തുടരും. ഇത് വെങ്ങാനൂരുള്ള അയ്യങ്കാളി സ്മാരകം. ഇവിടെയായിരുന്നു അധസ്ഥിത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ മഹാത്മാവ് ആദ്യ വിദ്യാലയം തുറന്നത്. പക്ഷേ കിടാത്തന്മാരുമായി പൊലന്നപ്പോഴേ പോയതാ കുടിപ്പള്ളിക്കൂട്ടത്തി. പക്ഷേ എന്താ ഉണ്ടായതെന്ന് പറയൂ. നമ്മളെ കുടിപ്പള്ളിക്കൂടം ആ അമ്പ്രാക്കള് കത്തിച്ചു കളഞ്ഞ. കറുത്തവന്റെ കൊച്ചുങ്ങൾ കണ്ണു തെളിയുന്നതില് തമ്പ്രാക്കൾക്ക് ഇത്ര പൊറുതികേടോ? ചിണ്ട, കുറുമ, മല്ല, ചോയി എല്ലാവരും വരുന്നടാ. നിന്റെ കുട്ടികള് പഠിക്കണ്ടായെങ്കില് ഇക്കാണായ പാടങ്ങളിലൊക്കെ മുട്ടിപ്പുല്ല് കിളിപ്പിക്കും ഞാൻ. നമ്മുടെ ആളോളിനി പാടത്തിറങ്ങണമെങ്കിൽ നമ്മുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ കയറ്റണം. ഉള്ളതാ അമ്പ്രാനെ തീറ്റ. ഇനി നമ്മ പാടത്തിറങ്ങൂല. നമുക്ക് പണിക്കൂലി കൂടുതൽ കിട്ടണം. ഞായറാഴ്ച അവധി വേണം. റോട്ടിലൂടെ സഞ്ചരിക്കുന്ന നേരത്ത് ഇനി ആരും തടസ്സം നിൽക്കരുത്. ഇത്രയും അവകാശങ്ങൾ നേടിയിട്ടേ നമ്മൾ ഇനി പണിക്കിറങ്ങൂ. സമരം സമരം കർഷക സമരം. വിജയം കണ്ട്
റഷ്യൻ വിപ്ലവം ഉണ്ടാകുന്നതിന് മുന്നേ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് 30 വർഷം മുന്നേ കർഷക തൊഴിലാളി സമരവും പണിമുടക്കും നടത്തി അവകാശങ്ങൾ പിടിച്ചെടുത്ത മഹാത്മാ അയ്യങ്കാളി. തൊഴിലാളി വർഗത്തിന്റെ സമരസാരഥി, കേരള സാംസ്കാരിക നവോത്ഥാനത്തിന്റെ നേരവകാശി. മോനെ, നമസ്കരിക്കൂ ആ പാദങ്ങളിൽ. അദ്ദേഹത്തിന്റെ മഹത്വം എനിക്ക് അറിയില്ലായിരുന്നു അച്ഛാ. നിനക്ക് മാത്രമല്ല, പലർക്കും അറിയില്ല, അറിയാൻ അനുവദിച്ചില്ല. മഹാത്മാ അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും നടത്തിയ സാമൂഹ്യ വിപ്ലവം ചുവപ്പൻ പ്രത്യയശാസ്ത്രത്തിന്റെ ശ്രമഫലമായുണ്ടായതെന്ന കപട ചരിത്രം ചമച്ച് സാമൂഹ്യ നവോത്ഥാനത്തിന്റെ പൈതൃകം തട്ടിയെടുക്കാൻ ചെങ്കൊടി കൊണ്ട് സത്യം മറച്ചു. ജാതി ജന്മിത്വത്തിന്റെ സ്ഥാനത്ത് ചെമ്പൻ രാഷ്ട്രീയത്തിന്റെ പുതിയ ജന്മിത്വം ആധിപത്യമുറപ്പിച്ചു. വിമോചനത്തിന്റെ വെളിച്ചങ്ങൾ ഊതിക്കെടുത്തി.